പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തി ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾ അറിയാത്ത ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങൾ മനസ്സ് കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടം മുഴുവനും സമ്മാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരുന്നാൽ, നിങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നാൽ നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ കാര്യങ്ങളാണ്, ഉള്ളിലെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരു തെറ്റ്, ഒരു തിന്മ ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവ വികാസങ്ങളും അപ്പോൾ അറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ആ വ്യക്തി ഏതെങ്കിലും കാരണവശാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് വല്ലാത്ത വിഷമമാകും. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതെന്നും വല്ലാത്തൊരു വിഷമമായി കിടക്കുകയും ചെയ്യും. ഒരുപാട് സംഭവ വികാസങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഇത്തരം പ്രശ്നങ്ങൾ, സങ്കീർണതകൾ പലപ്പോഴും നിങ്ങൾക്കൊരുപാട് ദുഃഖം സമ്മാനിച്ചിട്ടുണ്ട്. ഒരിക്കലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് പറയാതെ ഒന്നും ഉണ്ടാകരുതെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാം അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പലപ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ളതെല്ലാം ഉണ്ടാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാം അറിയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളറിയാത്തൊരു കാര്യം ഉണ്ടാകരുതെന്നോ, നിങ്ങളറിയാത്തൊരു രഹസ്യം ഉണ്ടാകരുതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളറിയാത്ത എന്തെങ്കിലും ഉണ്ടായാൽ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. എല്ലാം അറിയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒന്നും നിങ്ങളറിയാതെ ഉണ്ടാകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്നിട്ടും അതിൽ സംഭവിച്ച പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. നിങ്ങളെ അത്ഭുതപ്പെടുത്തി എത്ര അറിയാൻ ശ്രമിച്ചിട്ടും, എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ ഇല്ലാതെ പോയി, ചില കാര്യങ്ങൾ നഷ്ടമായിപ്പോയി. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് പറയാനും ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ട് ആ വ്യക്തി അറിയാത്ത ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ അവസരം കൊടുക്കാറുമില്ല. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയോട് പറയാത്തതായിട്ടൊന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും നിങ്ങൾ അത്തരത്തിൽ മനസ്സിൽ സൂക്ഷിക്കാൻ തയ്യാറുമല്ല. ആ വ്യക്തിയുടെ മനസ്സിൽ അറിയിക്കാതെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രമിച്ചതും അത് വേണ്ടി തന്നെയാണ്. ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ലാത്ത, ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറില്ല, നിങ്ങൾ പറയാറില്ല. നിങ്ങളുടെ മനസ്സിലെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും, ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള എല്ലാ വസ്തുതകളും അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി അറിയാതെ ഒന്നും ഉണ്ടാകരുതെന്നും, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ ഒന്നും ഉണ്ടാകരുതെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും എത്ര ശ്രമിച്ചിട്ട് നിങ്ങൾക്കറിയാൻ കഴിയാതെ പോയി. നിങ്ങളറിയാതെ ഇരുന്നതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ
ഉണ്ടായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കിപ്പോഴും അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് ഇപ്പോഴും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ അറിഞ്ഞ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നും, വിഷമം തോന്നും. കാരണം നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, മനസ്സിലൊരിക്കലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ അത് സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത, ഒരിക്കൽ പോലും പരിഗണിക്കാത്ത ചില കാര്യങ്ങൾ അത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് വലിയ വിഷമം ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. ചില ആളുകൾ നിങ്ങളുടെ വ്യക്തിയെ ദുസ്വാധീനത്തിലാക്കിക്കൊണ്ട് അത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പരിപൂർണമായി മാറ്റാനും മറിക്കാനും തുടങ്ങിയിരിക്കുന്നു. അവരെന്താണ് നടത്തുന്നതെന്നും എന്ത് പ്രവർത്തനമാണ് അവരവിടെ കാണിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയാത്തത് മൂലം പല പ്രതിസന്ധികളും ഉണ്ടാകുന്നു, പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അത്തരം പ്രതിസന്ധികൾ, അത്തരം പ്രശ്നങ്ങൾ, അതിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചില സങ്കടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ, അത് ആ വ്യക്തി അറിയാതിരുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ടായി. ആ വ്യക്തിയെ അറിയിക്കാതെ ഒന്നും ജീവിതത്തിൽ വേണ്ടെന്നാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്. ആ വ്യക്തി ഇല്ലാതെ ഒന്നും വേണ്ടെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എത്ര വിലയുള്ള വസ്തുതയാണെങ്കിലും, എത്ര മൂല്യമുള്ള വസ്തുതയാണെങ്കിലും, നിങ്ങൾക്ക് എത്ര നേട്ടമുള്ള വസ്തുതയാണെങ്കിലും ആ വ്യക്തി അറിയാത്തതായി ഒന്നും വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ അറിയാത്തൊരു കാര്യം, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ ചിലത് സംഭവിക്കുന്നു. അത് നിങ്ങളെ പരിപൂർണമായി അറിയിക്കാതിരിക്കാനുള്ള ചില തന്ത്രങ്ങളും ചില ഗൂഢശ്രമങ്ങളും ഉണ്ടാകുന്നു. ആ ഗൂഢശ്രമങ്ങളും തന്ത്രങ്ങളുടെയും ഫലമായി പ്രധാനപ്പെട്ട ചില വസ്തുതകൾ നിങ്ങളെ അറിയിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്കറിയാതെ പോയ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ കാര്യങ്ങൾ അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിപ്പോഴും സംഭവിക്കുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്ന ചില ആളുകൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കയറി ചെല്ലരുതെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ആ വ്യക്തിയുടെ അവസാനം കാണാൻ, ആ വ്യക്തിയെ തകർക്കാനായിട്ടാണ് അവരുടെ കണക്കുകൂട്ടലുകൾ. അത് അവർ നടത്തുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായി ഒരു ബന്ധവും നല്ല രീതിയിൽ സ്ഥാപിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വ്യക്തിയെ എക്കാലത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിമറിക്കാനായിട്ട് ചിലർ ശ്രമിക്കുന്നു. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ കണ്ടെത്തണം. ഉടൻ തന്നെ നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്കതിനുള്ള ഒരു സമയമായി, അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നവരുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും മറച്ചു വെപ്പിക്കപ്പെടുന്നു. അങ്ങനെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തി, നിങ്ങളിൽ നിന്ന് മാറ്റി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും വിജയിക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവരൊരിക്കലും നിങ്ങളുടെ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കാൻ പാടില്ല. നിങ്ങളുടെ വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങളുടെ വ്യക്തി തോൽക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങൾ തോറ്റാൽ നിങ്ങളുടെ വ്യക്തി തോക്കപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ ഒന്നും ഒരു ഏടുപോലും ഉണ്ടാകരുത്. അങ്ങനെ ഷാഢ്യം പിടിക്കാൻ, അങ്ങനെ വാശി പിടിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഉണ്ടാകാതിരുന്നാൽ, നിങ്ങളങ്ങനെ നിങ്ങളുടെ ആ സാന്നിധ്യം ഉണ്ടാകാതിരുന്നാൽ പലപ്പോഴും പല പ്രതിസന്ധികളും ഉണ്ടാവും. നിങ്ങളുടെ വ്യക്തിയെ
എന്നേക്കുമായിട്ട് തകർത്ത് തരിപ്പണമാക്കാനായിട്ടുള്ള ആളുകളുണ്ട്. എന്നേക്കുമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ആളുകളുടെ ശ്രമങ്ങളുണ്ടാകുമ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പരാജയമായിട്ട് മാറും. ആ പരാജയം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകാതിരുന്നാൽ അത് വലിയൊരു നഷ്ടത്തിലേക്ക് ചെന്ന് കൂപ്പുകുത്തും. ആ നഷ്ടം ഉണ്ടായാൽ അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറും. ജീവിതത്തിൽ എത്രയെത്ര പ്രശ്നങ്ങൾ, എത്രയെത്ര പ്രതിസന്ധികൾ, എത്രയെത്ര പ്രശ്നങ്ങൾ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾക്കതൊന്നും സഹിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ വ്യക്തി ഇടപെടുകയും നിങ്ങളുടെ വ്യക്തിക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഇടപെടുകയും ചെയ്യുന്നു. അതുപോലെയുള്ള ഒരു ബന്ധം ഇല്ലാതാക്കാനായിട്ടാണ് ഈ ചില ആളുകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടും നിങ്ങളിൽ നിന്ന് ചിലതൊക്കെ മറച്ചു വെക്കാനായിട്ട് ചില ആളുകൾ ചില കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അവരെ സംബന്ധിച്ച് ഒന്നും അറിയാതിരുന്നാൽ നിങ്ങളുടെ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി ഇടപെടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഒന്നും അറിയാതിരുന്നാൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കാനും നിങ്ങളുടെ വ്യക്തിക്ക് യഥാവിധി സംരക്ഷണം നൽകാനും നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ നിങ്ങളുടെ വ്യക്തിയെ സംരക്ഷണം നൽകാതെയും സഹായിക്കാതെയും മാറ്റി നിർത്തുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവരുടെ ശ്രമങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവരുടെ ശ്രമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്കതിൽ നിന്നൊരു സംരക്ഷണം ആ വ്യക്തിക്ക് നൽകാൻ കഴിയുള്ളൂ. നിങ്ങൾ സംരക്ഷണം നൽകാതിരുന്നാൽ ആ വ്യക്തി തകർന്ന് തരിപ്പണമായി പോകും. ആ വ്യക്തിക്ക് മുന്നോട്ടുള്ള തൻ്റെ പ്രയാണങ്ങളിൽ വലിയൊരു പരാജയം ഉണ്ടാവും. ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയാതെ വരും. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടാകും. നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തി ആശ്വസിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ അറിയാതിരിക്കാൻ നിങ്ങൾക്ക് വട്ടം നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കൃത്യമായി കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ ഇടപെടുകയും ആ വ്യക്തിയെ പരിപൂർണമായി സംരക്ഷിക്കുകയും ചെയ്യും. പക്ഷെ ചില ആളുകൾ ശ്രമിക്കുന്നത് നിങ്ങൾ ഇടപെടാതിരിക്കാനാണ്. അതിനവർക്ക് വേണ്ടത് നിങ്ങൾ പല കാര്യങ്ങളും അറിയാതിരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവർ അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പാടില്ല. കാരണം അങ്ങനെ വിജയിക്കാനിടയായാൽ അത് വലിയൊരു പരാജയത്തിലേക്ക് മാറും, വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളും, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് വളരെ ബുദ്ധിപരമായിട്ട് മറച്ചു വെക്കാനുള്ള തീരുമാനങ്ങളുണ്ടാകുന്നു, മറച്ചു വെക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നു. അതിനെല്ലാം നിങ്ങൾ കൃത്യമായി തോൽപ്പിച്ച് കൃത്യമായി മുന്നേറ്റത്തിലൂടെ മുന്നോട്ട് പോകണം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലെ എല്ലാ മറച്ചുവെക്കലുകളും ആരൊക്കെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഉള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്നു, നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ അടുക്കുന്നത് പോലും ചിലർക്ക് ഇഷ്ടമല്ല. കാരണം ഇവർ മറച്ചു വച്ചേക്കണ പല കാര്യങ്ങളും ഇവർക്ക് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആ വിള്ളലുകളെ ഒരിക്കലും വിജയിപ്പിക്കാൻ പാടില്ല. ആ വിള്ളലുകളെ ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ വ്യക്തി പരിപൂർണമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ മാത്രം വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇത്തരത്തിൽ ചില ആളുകളുമായിട്ടുള്ള സമ്പർക്കം, ആ ആളുകൾ നിങ്ങളുമായി ആ വ്യക്തിയെ എങ്ങനെയൊക്കെ ഉടക്കിപ്പിക്കാൻ സാധിക്കും, നിങ്ങളുമായിട്ട് ആ വ്യക്തിയെ എങ്ങനെയെല്ലാം അകറ്റാൻ സാധിക്കുമെന്നുള്ളത് നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരതിലൊരു റിസർച്ച് തന്നെ നടത്തുകയാണ്. കാരണം നിങ്ങളുള്ളിടത്തോളം കാലം, നിങ്ങൾ ശ്രദ്ധിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊന്നും ലഭിച്ചില്ലെങ്കിലും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പരിപൂർണമായും സൂക്ഷിക്കുക. നിങ്ങളുടെ വ്യക്തി ഏത് വിധേനയും നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായി അറിയണം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഓരോ നീക്കങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വ്യക്തിയുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി നിങ്ങൾ അറിയണം. അല്ലെങ്കിൽ നഷ്ടം ഭവിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്കായിരിക്കും.
അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.